എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, സിവിൽ വാറിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പോലീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ കാര്യത്തിൽ ഗോവിന്ദൻ മാഷ് പോലും തർക്കമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ്. ഓരോ സ്ഥലത്തും പോലീസ് കേസെടുക്കുക. കണ്ടാലറിയുന്ന 250 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഗോവിന്ദൻ മാഷ് പറയണ്ട, അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, കാശ് കെട്ടിവെച്ചാലും പുറത്തു വിടുള്ളൂ. മാഷോ ജീവിക്കണ്ട ചേട്ടാ. എന്റെ ഗോവിന്ദൻ മാഷ് ഇവരൊക്കെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കരകയറാൻ കഴിയും. പിന്നെ നമുക്ക് കിഫ്ബിയുടെ ഒന്നും ആവശ്യമില്ല. എന്റെ കാര്യം ഞാൻ ഏറ്റു. സംശയിക്കില്ല, ഞാൻ പോലീസ് കണ്ടാലറിയുന്നവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഡിസംബർ 26-ാം തീയതി ഇതേ ശബരിമല കർമ്മസമിതി നമുക്ക് വളരെ വിഷമം. ഇവിടെ സാമാന്യ സമാധാനപരമായിട്ട് ഒരു അയ്യപ്പ ജ്യോതി സംഘടിപ്പിക്കുകയുണ്ടായി. NSSന്റെ മറ്റുമൊക്കെ പിന്തുണയോടുകൂടി. ആ അയ്യപ്പ ജ്യോതി എന്റെ നാടായ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്തത് നമുക്ക് ഏവർക്കും സുപരിചിതനായ മുൻ വൈസ് ചാൻസലറും മുൻ കേരള PSC ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു. മഹാരാജ് കോളേജിലെ മുൻ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. അത് കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരെ വഴിമുടക്കി എന്ന് പറഞ്ഞ് ഏതൊക്കെയോ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി MN ഗോപി, അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് ബ്രഹ്മരാജ് എന്നിവരുടെയും പിന്നെ കണ്ടാലറിയുന്ന 250 പേരുടെയും പേരിൽ കേസ് രജിസ്റ്റർ. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനെ കണ്ടിട്ട് നമ്മുടെ പോലീസുകാർക്ക് മനസ്സിലായില്ല. അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഗോവിന്ദൻ മാഷേ, നിങ്ങൾ ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അത് പോട്ടെ, ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. PSC ചെയർമാനായിരുന്ന രാധാകൃഷ്ണൻ മനസ്സിലാക്കാത്തത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തെ ചിലപ്പോൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും. ഇയാൾ ചിലപ്പോൾ PSC പരീക്ഷ എഴുതാതെ പരീക്ഷ ഡൈങ്ങിൻ ഹാർനസിൽ വന്നായിരിക്കും നമ്മുടെ അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർ. എന്നെ സംശയിക്കരുത്. അതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആരെന്നറിയാമോ? ഗോവിന്ദൻ മാഷേ, മുൻ DGP MGA രാമനായിരുന്നു. MGA രാമനെ കണ്ടിട്ട് അങ്കമാലി സർക്കിളിനും മനസ്സിലായില്ല, SIക്കും മനസ്സിലായില്ല, കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാർക്കും മനസ്സിലായില്ല. അതെന്താ മനസ്സിലാവാൻ? ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്റെ ഗോവിന്ദൻ മാഷ, ഇതുപോലത്തെ തമാശകളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഇത് ഗോവിന്ദൻ മാഷയുടെ പറഞ്ഞത്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി വല്ല DYFIയിലെ തീപ്പൊരികളാണെങ്കിൽ ഇത് പറയാൻ അവർ സമ്മതിക്കില്ല. അവരെന്റെ അച്ഛനും മുത്തിക്കും വിളിക്കും. അങ്ങ് ഈ കാര്യം ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു. എനിക്ക് മുഖ്യമന്ത്രിയുടെ അത്ര സ്വരച്ചേർച്ചയില്ല, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ഈ കാര്യം ഒന്ന് ഗോവിന്ദൻ മാഷ അദ്ദേഹത്തോട് അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർ പോലെ കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം അധികാരക്കൊതി കാരണം പോയതാണെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 2021 അദ്ദേഹത്തിന് റിബലായിട്ട് മത്സരിക്കാം. അങ്ങനെയല്ല, അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അന്ന് ഇവരാരും തന്നെ ഒരു എതിർപ്പും പറഞ്ഞില്ല. AK ബാലനും തോമസ് ഐസക്കും രവീന്ദ്രനാഥും അതുമല്ലെങ്കിൽ EP ജയരാജനും ആരും എതിര് പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അന്ന് വേറെ ഒരുപാട് ആളുകൾ വെട്ടി നിർത്തപ്പെട്ടു ഇല്ലേ? രാജു അബ്രഹാം, സുരേഷ് കുറുപ്പ്, S ശർമ്മ, ഇങ്ങനെ ഒട്ടേറെ ആളുകൾ അന്ന് ഒതുക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ പുറകിലെ യുക്തി എന്താണെന്നും അതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു, അതിൻ്റെ ആത്യന്തികമായിട്ട് ഗുണം കിട്ടിയത് ആർക്കാണെന്നൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് ജയിച്ച വേറെ കുറേ ആളുകൾ വെട്ടി നിർത്തപ്പെട്ടു. ശൈലജ ടീച്ചർ, അല്ലെങ്കിൽ AC മൊയ്തീൻ, TP രാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ഇപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയുന്ന MM മണി, ഇവരൊക്കെ എന്തിനു വേണ്ടി ഒതുക്കപ്പെട്ടു എന്നുള്ളതും മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിന്റെ ഗുണഭോക്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ സ്വന്തം മരുമകനെ വാഴ്ത്തപ്പെട്ടവനാക്കി പാർട്ടിയിൽ 2ാം സ്ഥാനക്കാരനാക്കി തനിക്ക് ശേഷം യുവരാജാവായി വാഴിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകൾ എല്ലാവരും പാർശ്വവൽക്കരിക്കുന്നത്. ഇത് കേരള സംസ്ഥാനത്ത് എമ്പാടും നടന്ന ഒരു വലിയ അട്ടിമറിയാണ് ഞാനീ പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ആലപ്പുഴയിൽ നടന്നത്. ആലപ്പുഴയിൽ സുധാകരൻ മാത്രമല്ല, തോമസ് ഐസക്കും ഒതുക്കപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ പാർലമെന്റിലേക്ക് 3 പ്രാവശ്യം കൂടി നിർത്തി തോൽപ്പിച്ചു. പത്തനംതിട്ട പോലെ അദ്ദേഹം ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ചു, അദ്ദേഹത്തെ തോൽപ്പിച്ചു. അതുപോലെ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി അവരെ തോൽപ്പിച്ചു. അവരെ വീണ്ടും തോൽപ്പിക്കാൻ വേണ്ടി പേരാവൂർ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്.
വേറാവൂർ ആ ടീച്ചർ ഒരിക്കലും ജയിക്കില്ല. അവർ 25,000 വോട്ടെങ്കിലും തോന്നും. ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി ഇത് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഈ ദൈവപുത്രന് വീതി ഒരുക്കുവാൻ സ്നാപക യോഹന്നാൻ എത്തി എന്നൊരു പാട്ട് കണ്ടു. ആ പാട്ടാണ് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്നാപക യോഹന്നാൻ ആയിട്ട് അമ്മായിയപ്പനും ദൈവപുത്രനായിട്ട് മരുമകനും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ഇതാണ് യഥാർത്ഥത്തിൽ CPM നേരിടുന്ന പ്രതിസന്ധി. ഈ സംഗതി തോമസ് ഐസക്കിനും അറിയാം, AK ബാലനും അറിയാം, EP ജയരാജനും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അവരാരും അത് ആ രീതിയിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആകെ ഇത് പറഞ്ഞ ഒരാൾ നമ്മുടെ PV അൻവർ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം പിണറായിസവും മരുമോനിസവുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് PV അൻവറിന് പറയാം. കാരണം അദ്ദേഹത്തിന് മേലെഴുതി നോക്കാൻ ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിച്ച ആളല്ല, ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്ന ആളല്ല. ഒരു സത്യം PV അൻവർ പറഞ്ഞുകൊണ്ട് മാത്രം അസത്യമായി മാറുന്നില്ല. അൻവർ പറഞ്ഞാണ് ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. ഇനി ആലപ്പുഴയിലേക്ക് നോക്കിയാൽ ഈ G സുധാകരൻ കൈപിടിച്ചു ഉയർത്തിയ നേതാക്കളാണ് ഈ സജി ചെറിയാൻ. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സുധാകരന് തിക്താനുഭവം ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്പലപ്പുഴയിൽ പല ഭാഗത്തും ഈ സുധാകരനും സലാമും കൂടിയുള്ള പോസ്റ്ററുകൾ അങ്ങനെ പറയല്ല. പിന്നെ എങ്ങനെ പറയണം? അരങ്കൊടി എന്ന MLA പുതുതായി വരാൻ പോകുന്ന MLA എന്ന രീതിയിൽ ആ പോസ്റ്ററുകൾ അവിടുത്തെ മറ്റൊരു മഹാനേതാവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കീറിക്കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം. അത് മുതൽക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. അമ്പലപ്പുഴയിൽ സുധാകരൻ കിട്ടിയ അത്ര ഭൂരിപക്ഷം സലാമിന് കിട്ടിയില്ല. അത് സത്യം. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അത് പരമസത്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ ജനങ്ങൾ മാറി ചിന്തിച്ചു. ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന ആൾക്ക് വോട്ട്, കഴിഞ്ഞ തവണ ഇന്ന പാർട്ടിക്ക് വോട്ട് തൊട്ട് ഇത്തവണ അതേ പാർട്ടിക്ക് തന്നെ വോട്ടിടുന്ന വല്ല വാശി പിടിക്കാൻ പറ്റും. പക്ഷേ അമ്പലപ്പുഴയിൽ മാത്രമാണ് പരാതി ഉണ്ടായത്. എന്താണ് പരാതി? സലാമിനെ കാര്യമായി തോൽപ്പിച്ചു എന്നുള്ളതല്ല, സുധാകരന് കിട്ടിയ അത്ര ഭൂരിപക്ഷം സലാമിന് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു പരാതി. ഇവിടെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് കുണ്ടറ മണ്ഡലം 2016 എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്? 2021 അവർ എത്ര വോട്ടിനെ തോറ്റത്? ഒരേ മണ്ഡലത്തിൽ തന്നെ ഒരേ സ്ഥാനാർത്ഥി. എങ്ങനെ സംഭവിച്ചു? അത് ആരെങ്കിലും കാലുവാരി കൊണ്ട് വേല വെച്ചുകൊണ്ടോ? അല്ല, ഇവരെ ആളുകൾക്ക് വെറുത്തു. മാത്രമല്ല നല്ല ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി എതിർഭാഗത്ത് വന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, അദ്ദേഹം ജയിച്ചു. ഇങ്ങനെയുള്ള സംഭവം. മുകേഷിന് കൊല്ലത്ത് എത്ര വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത് ആദ്യത്തെ തവണ? കഴിഞ്ഞ തവണ എത്ര ചെറിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? കഴിഞ്ഞ തവണ ആളുകൾ ബുദ്ധി മോശം കൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഇത്തവണ അവർക്ക് ബുദ്ധി തെളിഞ്ഞു, അവർ വോട്ട് മാറ്റി ചെയ്തു. നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതാണ് സംഭവിച്ചത്. അതിന് പരാതി വന്നു. അത് പരാതി കൊടുത്തത് മനസ്സിലാക്കാം, അതിന്റെ പുറകിലുള്ള ഗൂഢോദ്ദേശവും മനസ്സിലാക്കാം. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്ന പുങ്കവൻ, അദ്ദേഹം തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയ ആളാണ്. വിജയരാഘവൻ അതപ്പം തന്നെ ചുരുട്ടി കൂട്ടി ചവറ്റോട്ടിലിടുന്നത്. അതിന് പകരം അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ വന്ന് ആലപ്പുഴ പാർട്ടി ഓഫീസിൽ എന്താണ് തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അതിഗംഭീരമായ തെളിവെടുപ്പ് നടത്തി. നമ്മുടെ പഴയ അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്വേഷിച്ച ഷാ കമ്മീഷന്റെ തെളിവെടുപ്പ് പോലെ എളമരം കരീമിന്റെ അന്വേഷണം. 5 കൊല്ലം കരീമിന്റെ ഭരണം ഏത് രീതിയിലായിരുന്നു നമ്മുടെ മുമ്പിൽ? ഞാനിപ്പോ അതിനെ കുറിച്ച് പറയേണ്ടതില്ല. സുധാകരന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ്? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.